നമ്മളൊരു കോവയ്ക്കയൊക്കെ കഴിച്ചും കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമസ്കാരം. ദേ നമ്മളെ മത്തനൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ പയറിൻ്റെ കൂടാതെ നമ്മളെ കോവയ്ക്കയുടെ കൂടെ അവിടെയൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മളെ മത്തൻ. വേണ്ട, ഇവിടെ കോവയ്ക്കയുണ്ട്, പയറുണ്ട്, മത്തനുണ്ട്. പയറിന് തണലായിട്ട് നട്ട നമ്മളെ മത്തനാണ്. ഇതിപ്പോൾ ഇതേ പയറിൻ്റെ കൂടെയാണ് ഓടിപ്പോയിരിക്കുന്നത്. മുട്ടിന് കായാണ് നമ്മുടെ മത്തനിൽ. ഇതേ മുകളിലുമുണ്ട്, ഇതേ താഴെയുമുണ്ട്. അപ്പോൾ ജോലിയും കൂലിയും ഒന്നുമില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് എവിടെയെങ്കിലും കാട് പിടിച്ച് കിടക്കുന്ന പുരയിടമുണ്ടെങ്കിൽ നമുക്കത് പാട്ടത്തിനടുത്തോ വിലയ്ക്ക് വാങ്ങിയോ നമുക്ക് മത്തൻ കൃഷി ചെയ്യാം. വേണ്ട, ഇതിപ്പം മത്തൻ്റെ കാടാണ്. തറയിൽ പുല്ലൊന്നും മുളച്ചിട്ടില്ല സുഹൃത്തുക്കളെ, മത്തൻ്റെ ഇല കാരണം. അതെ, മത്തനൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട്. ഊഞ്ഞാലാടുകയാണ് നമ്മുടെ മത്തൻ. കണ്ട, അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. മുകളിൽ കോവയ്ക്കയും പയറും. മത്തൻ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്തിൻ്റെങ്കിലും ഇടവിളയായിട്ട് കൃഷി ചെയ്യുക. അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാതെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക. മത്തൻ കൃഷിയുടെ പുറകെ പോയാൽ ഇവിടെയൊക്കെ പാകമായി കിടപ്പുണ്ട്. നമ്മളിന്ന് വിളവെടുക്കാൻ പോവുകയാണ്. കണ്ട, നമ്മളിവിടെ പയറിൻ്റെ ഇടവിളയായിട്ടാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളത്തിൻ്റെ പൈസയും നമ്മുടെ ജോലിക്കൂലിയെല്ലാം മത്തനിലൊതുങ്ങും. നമ്മളൊരു കിലോ 25 രൂപയിൽ കുറയാതെ നമ്മൾ കൊടുക്കാറില്ല. നല്ല മൂപ്പത്തിയ മത്തൻ നമുക്ക് ഒരു വർഷത്തോളം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. മൂന്ന് ബക്കറ്റ് ചാണകപ്പൊടി, 2 ബക്കറ്റ് കോഴിവളത്തിലാണ് നമ്മളെ മത്തൻ. ഇവിടെ മരമൊക്കെ ഒടിച്ചിട്ടും കൊണ്ടാണ് അദ്ദേഹം കിടക്കുന്നത് ചാലിനകത്ത്. കായ്ച്ചയെ തുരത്താൻ നമ്മൾ ഫെറമോൺ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ വേറെ കീടനാശിനികളൊന്നും അടിച്ച് പൈസയും സമയവും കളയുന്നില്ല. ഇവിടെയൊക്കെ കാട്ടിൻ്റെ ഇടയിലാണ് നമ്മളെ മത്തൻ. കിടക്കുന്നു. ഇനി മത്തനെ തപ്പിപ്പോയി പാമ്പ് കടിക്കുമോ എന്നൊരു സംശയമുണ്ട് നമുക്ക്. പയറ്,
ഇതണ്ട നമ്മളാ വേലിയാണിത്. ആ വേലിയിൽ വരെ അതെ പൂക്കളൊക്കെ ചൂടി മത്തൻ നട്ട നമുക്ക് ഭയങ്കരമായ നഷ്ടമാണ് ഉണ്ടാകാറ് എന്നാണ് നാട്ടുകാരൊക്കെ പറയാറുള്ളത്. നമ്മൾ അവരെ വാക്കുകളൊന്നും ചെവി കൊള്ളാറില്ല. നമ്മളെ ഇഷ്ടത്തിന് അങ്ങ് കൃഷി ചെയ്യും. ഇവിടെയൊക്കെ കൊല പയറുകളാണ്. ഇതിൻ്റെ താഴെ നമ്മളെ മത്തൻ. ഇവിടെയൊക്കെ കിടപ്പുണ്ട്. നല്ല 5-6 കിലോ വരുന്ന മത്തനാണ് ഇതൊക്കെ. മുകളിൽ പയറിനെ തിന്നാൻ വന്ന ചാഴി. പയർ കൃഷിയാണ് നമ്മളെ ഇവിടുത്തെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലം പോലും നമ്മൾ കളയാതെ നമ്മൾ കൃഷി ചെയ്യുകയാണ്. മത്തൻ നട്ടത് കൊണ്ട് നമുക്കിതേ കണ്ട ഇവിടെയൊക്കെ മത്തൻ്റെ വള്ളി പടർന്ന് ഇതേ കാ കിടക്കുന്നതൊക്കെ ഇതേ 3 കായോളമാണ് ഇവിടെ അടുപ്പിച്ച് കിടക്കുന്നത്. ഇവിടക്ക ഇവിടെ കായുണ്ട്. ഇതോ അവിടെ കാ കിടക്കുന്നു. ഇവിടെ കായ് നിറയെ കായ്. ഇവിടെ കായ്. ഉള്ളിലോട്ടൊക്കെ നിറച്ച് കായ്കളുണ്ട്. നമുക്കത് കാണിക്കാനുള്ള സമയം കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. വിളവെടുക്കണം, പോക്കറ്റ് നിറയെ കാശുണ്ടാക്കണം, വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങണം. ഇവിടെ മാലയായിട്ടാണ് നമ്മുടെ മത്തൻ കായ്ച്ചു കിടക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മത്തൻ അടത്തിട്ടുണ്ട്. കണ്ട നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. വീട്ടാവശ്യത്തിന് അടുക്കളത്തോട്ടമായി തന്നെ നമുക്ക് മത്തൻ കൃഷി ചെയ്യാം. ചാക്കിലോ വീടിൻ്റെ ഏതെങ്കിലും അറ്റത്തോ നമുക്ക് സൗകര്യമൊരുക്കി മത്തൻ കൃഷി ചെയ്യാവുന്നതാണ്. വീട്ടാവശ്യത്തിന് നടുന്നവർ ചാണകപ്പൊടിയും കോഴിവളവും ചാരം അല്ലെങ്കിൽ ചാമ്പൽ ഇവ മണ്ണിൽ മിക്സ് ചെയ്ത് ചാക്കിലോ ഗ്രോ ബാഗിലോ നിറയ്ക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഒരു 7-8 വിത്ത് നമ്മൾ പാകണം. എന്നിട്ട് ഒരു ചാക്കിൽ 2 തൈ നിർത്തണം. നല്ല കരുത്തറ്റ തൈ നോക്കി നമ്മൾ നിർത്തുക. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അടുക്കളയിലെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് മത്തൻ്റെ ചുവട്ടിലിട്ടാൽ മതിയാകും. കായ്ച്ചയെ ഓട്ടിക്കാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നമുക്ക് ഇലയിലും തണ്ടിലും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മാത്രം മതി. നമുക്ക് നല്ല മികച്ച മത്തൻ വീട്ടാവശ്യത്തിന് വിളവെടുക്കാം. നമ്മൾ വേറെ ഒരു വളങ്ങളും ചേർക്കേണ്ട കാര്യമില്ല. കടല പിണ്ണാക്കോ വേപ്പിൻ പിണ്ണാക്കോ കുമ്മായമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. മണ്ണിൻ്റെ പുളിരസം മാറ്റാൻ നമുക്ക് കുമ്മായത്തിന് പകരമാണ് നമ്മൾ ചാരം ഉപയോഗിക്കുന്നത്. ഒരു 60% മണ്ണിലെ പുളിപ്പ് നമ്മളെ ചാമ്പലിന് സാധിക്കും. അപ്പോൾ എല്ലാവരും വീട്ടാവശ്യത്തിന് മത്തൻ നടുന്നവർ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി.
വളക്കൂറുള്ള, അതായത് ഇരയുള്ള മണ്ണ് അതുണ്ടെങ്കിൽ ആ മണ്ണ് മാത്രം മതി സുഹൃത്തുക്കളെ നമുക്ക് മത്തൻ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം. വേറെ ഒരു വളങ്ങളും ചേർക്കണ്ട. ഈ ഒരു മത്തൻ തന്നെ 5-6 കിലോ ഉണ്ട്. നമുക്ക് 25 രൂപ വെച്ചാണ് കിട്ടുന്നത്. ഇത് നമുക്ക് വീട്ടാവശ്യത്തിന് വിളയിച്ചെടുത്താൽ നമുക്ക് എത്ര ദിവസം നമുക്ക് കറി വയ്ക്കാമെന്നറിയാമോ? അപ്പോൾ ഇന്ന് തന്നെ മടിച്ചിരിക്കാതെ എല്ലാവരും കൃഷി ചെയ്യുക. മത്തൻ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ തടമൊരുക്കുന്നത് 2 മീറ്റർ നീളം 2 മീറ്റർ വീതിയിൽ മണ്ണ് ഇളക്കി കൂട്ടുക. എന്നിട്ട് അതിലൊരു 2 ബക്കറ്റ് ചാണകപ്പൊടിയോ 3 ബക്കറ്റ് ചാണകപ്പൊടിയോ 2 ബക്കറ്റ് കോഴിവളവും എന്നിവ നമ്മൾ 1 അടി താഴ്ചയിൽ നമ്മൾ ആ തടം ഒരുക്കിയതിൽ 1 അടി താഴ്ചയിൽ കുഴിയെടുത്ത് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വിത്ത് നടുക. അപ്പോൾ തടം ഇത്തിരി വീതിക്കൊക്കെ എടുക്കണം. നമ്മൾ ഇത് വിളവെടുത്ത് തീരുന്നത് വരെയുള്ള വളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 2-3 ബക്കറ്റ് ചാണകപ്പൊടി 2 ബക്കറ്റ് കോഴിവളം എന്നിവ ചേർക്കണം. അപ്പം ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള വളങ്ങളൊന്നും പിന്നീട് ഇട്ട് കൊടുക്കാതെ തന്നെ മികച്ച വിളവ് നമുക്ക് ലഭിക്കും. ഇവിടെയൊക്കെ കിടപ്പുണ്ട്. നല്ല ഭംഗിയുള്ള കായാണ് നമുക്ക് ലഭിക്കുന്നത്. അതെ, അവിടെയൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഉള്ളിലോട്ടൊക്കെ അതേ കിടക്കുന്നുണ്ട്. ഇവിടെ സൈഡിലൊക്കെ കിടക്കുന്നുണ്ട്.